നവകേരളം രണ്ടാം കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പച്ചത്തുരുത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ കുമരകത്ത് നിർവഹിച്ചു. പച്ചപ്പുകൾ ധാരാളം സൃഷ്ടിക്കുക വഴിയാണ് നമുക്ക് ജൈവ വൈവിധ്യം സംരക്ഷിക്കാനാകുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. കുമരകം നോർത്ത് ഗവൺമെന്റ് LP സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് മന്ത്രി വി എൻ വാസവൻ പച്ചത്തുരുത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചത്. നാം ഒത്തുചേർന്ന് പച്ചത്തുരുത്തുകളുടെ പ്രാധാന്യം വരും തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ശുദ്ധമായി ശ്വസിക്കാനുള്ള അവസരമുണ്ട്. അന്തരീക്ഷത്തിലെ കാർബണെ ആഗിരണം ചെയ്യാൻ പച്ചപ്പിനാണ് കഴിയുക. ഫോട്ടോസിന്തസിസ് നടക്കുക വഴിയാണ് അന്തരീക്ഷത്തിലെ കാർബണെ പച്ചപ്പ് ആഗിരണം ചെയ്യുന്നത്. ആ പ്രക്രിയയ്ക്ക് ധാരാളമായി നമുക്ക് പച്ചപ്പുണ്ടാകും. അതിനുവേണ്ടിയാണ് നമ്മൾ 1973 യുണൈറ്റഡ് നേഷൻസ് തന്നെ ലോകരാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട സുപ്രധാന പ്രമേയങ്ങളിലൊന്നായിരുന്നു പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട സന്ദേശം. അന്ന് മുതൽ ഇന്നുവരെ ആഗോളതലത്തിൽ തന്നെ ലോകരാജ്യങ്ങളെല്ലാം ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിച്ച് പച്ചപ്പ് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുകയാണ്. ജീവവൈവിധ്യങ്ങൾ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അതുവഴിയാണ് നമുക്ക് ശുദ്ധമായി പ്രദാനം ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകും. മനുഷ്യന് മറ്റേതിനേക്കാളും പ്രധാനമാണ് ശുദ്ധവായു. ആ ശുദ്ധവായു ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ജീവൻ തന്നെ നിലനിർത്താൻ കഴിയും. അതിനാൽ ആ ശുദ്ധവായു പ്രദാനം ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ഹരിത കേരള മിഷൻ പച്ചത്തുരുത്തുമായി മുന്നോട്ട് വന്ന് സംസ്ഥാനത്തൊട്ടാകെ ചെറുതും വലുതുമായ പ്രദേശങ്ങളെ തെരഞ്ഞെടുത്ത് വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ച് വനാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ചടങ്ങിൽ കോട്ടയം നവകേരളം കർമ്മ പദ്ധതി അധ്യക്ഷ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത ലാലു പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ S ഐസക് വിഷയാവതരണം നടത്തി. കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ സാബു, വൈസ് പ്രസിഡന്റ് VK ജോഷി, ഗ്രാമപഞ്ചായത്ത് അംഗം മായ സുരേഷ്, കുമരകം നോർത്ത് LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് K സിന്ധു എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ശേഷം കുമരകം നോർത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് ജില്ലാ പഞ്ചായത്ത് നൽകിയ കുടകളുടെ വിതരണവും മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് 1000 പച്ചത്തുരുത്തുകൾ നിർമ്മിക്കുന്ന പദ്ധതിക്ക് ജൂൺ 5 സംസ്ഥാനത്ത് തുടക്കം കുറിച്ചിരുന്നു. നവകേരളം കർമ്മ പദ്ധതി 2ന്റെ ഭാഗമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജില്ലാതല ഉദ്ഘാടനം നടന്ന കുമരകം ഗവൺമെന്റ് LP സ്കൂളിൽ 10 സെന്റിൽ പച്ചത്തുരുത്ത് വ്യാപിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തി തനതായ വൃക്ഷങ്ങളും തദ്ദേശീയമായ സസ്യങ്ങളും ഉൾപ്പെടുത്തി സ്വാഭാവിക വനം മാതൃകകൾ സൃഷ്ടിച്ചെടുത്ത് സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന വ്യാപകമായി പച്ചത്തുരുത്തുകൾ നിർമ്മിക്കാനുള്ള ദൗത്യം 2019 ഹരിത കേരള മിഷൻ ഏറ്റെടുത്തത്. മിഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ജില്ലയിൽ 7.82 ഏക്കർ തരിശുഭൂമിയിൽ 90 പച്ചത്തുരുത്തുകൾ ഒരുക്കിയിട്ടുണ്ട്. പ്രസവത്തെ തുടർന്ന് 7 ദിവസമായി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞ കുഞ്ഞു മരിച്ചതിനെ ചൊല്ലി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംഘർഷം. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് സ്വദേശികളായ മനുവിൻ്റെയും സൗമ്യയുടെയും പെൺകുഞ്ഞാണ് മരിച്ചത്. ആശുപത്രിയിലെ അനാസ്ഥയാണ് മരണകാരണമെന്ന് ആരോപിച്ചായിരുന്നു ബന്ധുക്കളുടെ പ്രതിഷേധം. കഴിഞ്ഞ മാസം 28-നായിരുന്നു സൗമ്യ പ്രസവിച്ചത്. ഇതിനുശേഷം കുഞ്ഞിനെ അണുബാധയുണ്ടെന്നറിയിച്ച് തീവ്രപരിചരണ വിഭാഗത്തിലാക്കി. ദിവസവും കൂടിയ വിലയുള്ള മരുന്നുകൾ വാങ്ങി നൽകിയതായി ബന്ധുക്കൾ പറയുന്നു. ഇത്രയും ദിവസമായി കുഞ്ഞിനെ ബന്ധുക്കളിൽ ആരെയും കാണിച്ചില്ലെന്നും അവർ ആരോപിച്ചു. ബുധനാഴ്ച രാത്രിയാണ് കുഞ്ഞു മരിച്ചതായി അറിയിച്ചത്. രാത്രി 12ഓടെയാണ് മൃതദേഹവുമായി ബന്ധുക്കൾ പ്രസവമുറിക്ക് മുന്നിൽ പ്രതിഷേധം തുടങ്ങിയത്. പ്രസവ സമയത്തുണ്ടായിരുന്ന ഡോക്ടറെത്തി വിശദീകരണം തരണമെന്നായിരുന്നു ബന്ധുക്കളുടെ ആവശ്യം. വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി. പുലർച്ചെ 1:15 ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ സലാം എത്തി ബന്ധുക്കളുമായി ചർച്ച നടത്തി. കുഞ്ഞിന്റെ മൃതദേഹം പിന്നീട് മോർച്ചറിയിലേക്ക് മാറ്റി. തനിക്ക് കഠിനമായ വേദനയുണ്ടായത് പലതവണ പറഞ്ഞിട്ടും ഡോക്ടർമാർ നോക്കാൻ തയ്യാറായില്ലെന്ന് സൗമ്യ പറഞ്ഞു. ഡോക്ടർമാരുടെ അനാസ്ഥ മൂലമാണ് തന്റെ കുഞ്ഞ് മരിച്ചതെന്നും സൗമ്യ പറയുന്നു. 5 മണിയൊക്കെ സഹിക്കാൻ വേദന ഞാൻ അങ്ങോട്ട് ചെന്നു ലേബർ റൂമിന് 1ാം സ്റ്റേജിൽ നിന്ന് 2ാം സ്റ്റേജിലോട്ട് അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു എനിക്ക് ഡോക്ടർ എനിക്ക് വേദന കൊണ്ട് ഭയങ്കര വേദനയെന്ന് പറഞ്ഞു. വേദന പറയുമ്പോഴും അവർ പെട്ടെന്ന് PB ചെയ്ത് നോക്കി. PB ചെയ്ത് നോക്കിയപ്പോഴും അവർ പറഞ്ഞത് ഈ മൂത്രത്തിപ്പഴുപ്പിൻ്റെ ഈ അഴുക്ക് പോണത് അല്ലാതെ ഒന്നുമില്ല. ശരിക്കും വേദന വന്ന് സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴത്തേക്കും അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് കിടന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവർ മിഷ്യൻ വെച്ച് നോക്കുന്നതിന് മുന്നേ തന്നെ കൈ വെച്ച് നോക്കിയപ്പോൾ തന്നെ അവർക്ക് കൺട്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി.
ഞാൻ പറഞ്ഞു എനിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടെന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് സത്യം മനസ്സിലായത്. അതുവരെ അവർക്ക് മനസ്സിലായില്ല. ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഗ്യാസിന്റെ വേദന തന്നെയാണ് ഡോക്ടർ, എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് കുറവും നടുവൊക്കെ വേറെ എടുക്കുന്നു പറഞ്ഞപ്പോഴും പറഞ്ഞു ഗ്യാസിന്റെ ആയിരിക്കും, നോക്കാം നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ആയിരിക്കുള്ളൂ. അവർ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. ഇച്ചിരി കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ എനിക്ക് നേരെ ഷിഫ്റ്റ് ചെയ്യുക, പ്രസവിക്കുക, കയ്യിൽ കുഞ്ഞിനെ തരിക. 15 മിനിറ്റിനുള്ളിൽ. ഞാൻ ആ സമയത്ത് അങ്ങോട്ട് കയറി ചെന്നില്ലായിരുന്നെങ്കിൽ അതും നടക്കത്തില്ലായിരുന്നു. എന്റെ ഈ ബ്ലീഡിങ് മുഴുവൻ പോയതുകൊണ്ടാണ് എന്റെ കുഞ്ഞത് കുടിച്ചത്. ഇത് സംബന്ധിച്ച് അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകിയതായി മനു പറഞ്ഞു. വില കൂടിയ മരുന്നുകളെല്ലാം പുറത്തുനിന്ന് വാങ്ങുകയായിരുന്നു. എല്ലാ ടെസ്റ്റുകളും സ്വകാര്യ ലാബിലാണ് ചെയ്തത്. ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നുവെന്നും മനു പറഞ്ഞു. അപ്പോൾ ഇവിടെ വേദന കൊണ്ട് സഹിക്കുക വയ്യാതെ അമ്മയെടുത്ത് കിടന്ന് പറഞ്ഞും കരഞ്ഞൊക്കെ നിൽക്കുക. അപ്പോൾ ഇവര് അത് ഓരോരോ ചെറിയ കാരണങ്ങളാണെന്ന് പറഞ്ഞ് ഈ തള്ളി വിടുമായിരുന്നു. അതൊന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അവസാനം വേദന കൊണ്ട് സഹിക്കുക വയ്യാതായപ്പം എടുത്ത് അകത്ത് കൊണ്ടുപോയി. നേഴ്സുമാരെല്ലാം കൊണ്ടുപോയി അവിടെ കൊണ്ട് ഇറക്കി അങ്ങോട്ട് വെക്കുകയും ആള് പ്രസവിച്ചു. പകുതി വെളിയില്ല. അന്നേരമാണ് ഡോക്ടർമാർ തന്നെ ചോദിക്കുക, അയ്യോ ഇതെന്ത് ഇത് ഇത്ര പെട്ടെന്ന് പ്രസവിക്കും എന്ന് പറഞ്ഞ് അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെളിയിൽ എടുക്കുമായിരുന്നു. എടുത്തു കഴിഞ്ഞപ്പോൾ അത് പിന്നീട് അവർ പറഞ്ഞ് കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോയി. പിന്നീട് ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞു. ഇൻഫെക്ഷനാണെന്നും പറഞ്ഞ് അവിടെ ഇട്ട് ഇത്ര നാളും ചികിത്സിക്കുമായിരുന്നു. അതേസമയം നവജാത ശിശു മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തെ തുടർന്ന് ആശുപത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസും ബിജെപിയും. ഉച്ചയോടെയാണ് ആശുപത്രി പരിസരം സമരവേദിയായി മാറിയത്. ചികിത്സാ പിഴവ് മൂലമാണ് നവജാത ശിശു മരിച്ചതെന്നാരോപിച്ചായിരുന്നു കോൺഗ്രസിന്റെയും ബിജെപിയുടെയും പ്രതിഷേധ സമരം. വണ്ടാനം സ്വദേശിനി സൗമ്യയുടെ പെൺകുഞ്ഞാണ് ആശുപത്രിയിൽ കഴിഞ്ഞ രാത്രിയിൽ മരണമടഞ്ഞത്. പിന്നീട് ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ കുഞ്ഞിന്റെ മൃതദേഹവുമായി ലേബർ റൂമിന് വെളിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സംഭവം വിവാദമായതോടെയാണ് ഉച്ചയോടെ കോൺഗ്രസും ബിജെപിയും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സമരത്തെ നേരിടാൻ നിരവധി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുന്നിലായിരുന്നു ഇരു പാർട്ടിയുടെയും പ്രതിഷേധം. സാധാരണക്കാരൻ ആരെ വിശ്വസിച്ച് ജീവിക്കും എന്നാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം പാവങ്ങളായിട്ടുള്ള ആളുകൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ആലപ്പുഴയെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ്, ജില്ലയാണ് ഇവിടെ. അവിടെയുള്ള ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിന്റെ ഗതികേട്, ആ ഗതികേടിനെതിരായിട്ടുള്ള സമരം, എത്ര സമരങ്ങളായി ബിജെപിയുടെ നേതൃത്വത്തിൽ ഈ ആശുപത്രിയുടെ മുന്നിൽ സമരം നടത്തി, കളക്ട്രേറ്റിന്റെ മുന്നിൽ സമരം നടത്തി. ഇപ്പോൾ വീണ്ടും നമ്മൾ പ്രതിഷേധിക്കുകയാണ്. ഇന്ന് ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ ഓരോ ജീവനുകൾ ഈ മെഡിക്കൽ കോളേജിൽ പൊലിയുകയാണ്. ഇന്ന് ഈ ആശുപത്രിയെ ഒരു ഗുണ്ടാ സംഘത്തിന് കീഴിലാക്കിയ ഇവിടുത്തെ ഒരു MLA, ആ MLAക്ക് കനത്ത ശിക്ഷ ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ആ MLA മാർക്സിസ്റ്റ് പാർട്ടിയുടെ കല്ലെറിയാനും വെട്ടാനും കുത്താനും നടക്കുന്ന കുറെ ഗുണ്ടകളെ വെച്ച് ഈ ആശുപത്രിയെ ഒരു ഗുണ്ടാ സംഘത്തിന്റെ, മാഫിയ സംഘത്തിന്റെ കീഴിലാക്കി വെച്ചിരിക്കുന്നു. ആ MLA ഈ ആശുപത്രിയിലെ ചില ടെക്നീഷ്യന്മാരെ കയ്യിലെടുത്തുകൊണ്ട് ആ MLA ഇവിടുത്തെ സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കാൻ മാസപ്പടി വാങ്ങിച്ചുകൊണ്ട് ഈ ആശുപത്രിയെ തകർക്കുന്നു. പ്രകടനമായെത്തിയ പ്രവർത്തകരെ പോലീസ് പ്രധാന കവാടത്തിൽ തടഞ്ഞു. കോൺഗ്രസിന്റെ പ്രതിഷേധം KPCC സെക്രട്ടറി MJ ജോബും ബിജെപിയുടെ പ്രതിഷേധം ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാറും ഉദ്ഘാടനം ചെയ്തു. ചമ്പക്കുളം വലിയ പാലത്തിന്റെ പടിഞ്ഞാറേക്കരയിലെ സമീപനപാത ഇടിഞ്ഞു താണ് അപകടങ്ങൾ തുടർക്കഥയായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് റോഡിന്റെ മധ്യഭാഗത്ത് കുഴി കൂടി രൂപപ്പെട്ടതും യാത്രക്കാരെ വലയ്ക്കുന്നു. ചമ്പക്കുളം വലിയ പാലത്തിലൂടെയുള്ള ജനങ്ങളുടെ ദുരിതയാത്ര പാലം ഉദ്ഘാടനം ചെയ്ത് അധികനാൾ കഴിയുന്നതിന് മുൻപ് തന്നെ ആരംഭിച്ചതാണ്. സമീപനപാത നിരന്തരം ഇടിഞ്ഞു താഴുന്നതാണ് പ്രതിസന്ധിയാവുന്നത്. പടിഞ്ഞാറേക്കരയിലെ സമീപനപാത ഇടിഞ്ഞു താണതുമൂലം കുത്തനെയുള്ള കയറ്റമാണിപ്പോൾ. ഇതിനോടകം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് ഇവിടെ വലിയൊരു കുഴി കൂടി രൂപപ്പെട്ടതോടെ അപകട സാധ്യത വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു. പാലത്തിന്റെ അപ്രോച്ച് റോഡ് ദിവസവും ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഇത് വലിയ അപകടത്തിലേക്കാണ്. 2 വീലർ ഉൾപ്പെടെ ബസ് സർവീസ് ഉള്ള ആലപ്പുഴ കുളങ്ങുന്ന സർവീസുള്ള ഈ പ്രദേശം
നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇവിടെ വരുന്നത്. 2 വീലറുകാരും വളരെ അപകടത്തിലും പെട്ടുപോയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ ആളുകളൊക്കെ ഇതിലെ വണ്ടിയെ പോകുമ്പോൾ അവരെ തള്ളിക്കയറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. പാലത്തിൻ്റെ സെൻറ്ററിൽ ഒരു കുഴി വന്നു, അത് ഇങ്ങനെ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റും ഇല്ലാത്തത് കാരണം വളരെ അപകടാവസ്ഥയിലാണ്. ഇതുകൊണ്ട് ഇതിന് പരിഹാരം കാണണമെന്നും വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ ഇതിലം വഴി പോകുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ തുറന്നത് കാരണം വളരെ തിരക്ക് പിടിച്ച ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇത് അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്ന് ബന്ധപ്പെട്ട PWD അധികൃതരെ അറിയിക്കും. കണ്ടങ്കരി ദേവീവിലാസം സ്കൂൾ, ചമ്പക്കുളം സെന്റ് മേരീസ് സ്കൂൾ, പോരൂക്കര CBSE സ്കൂൾ, സെന്റ് തോമസ് UP സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിലേക്കെല്ലാം വിദ്യാർത്ഥികൾ സ്കൂൾ ബസ്സിലും സൈക്കിളിലുമായി സഞ്ചരിക്കുന്ന വഴിയാണിത്. ചമ്പക്കുളം ആശുപത്രിയിലേക്കും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കും രോഗികളുമായി ആംബുലൻസുകൾ പോകുന്നതും ഈ പാലത്തിലൂടെയാണ്. പാലത്തിന് സമീപത്തെങ്ങും ഒരു തെരുവ് വിളക്ക് പോലുമില്ല. സമീപന പാതയിൽ കുഴി കൂടി രൂപപ്പെട്ടതോടെ വലിയ അപകട സാധ്യതയാണുള്ളത്. പടിഞ്ഞാറേക്കരയിൽ ഒരു സ്പാൻ കൂടി നിർമ്മിച്ച് സമീപനപാത ഇടിഞ്ഞു താഴുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന വാഗ്ദാനങ്ങൾ നൽകിയവരൊക്കെ അത് മറന്ന മട്ടാണ്. അപകടം ഒഴിവാക്കാൻ അടിയന്തരമായി കുഴി മൂടണമെന്നും സമീപനപാത ഉയർത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്ത് H. സലാം MLA. അമ്പലപ്പുഴ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. അവിടെ മാത്രം വെള്ളം കിട്ടി നമ്മളെല്ലാം പറഞ്ഞു ഹൈവേയുടെ ക്രോസിംഗ് നെല്ലാടം ക്രോസിംഗ് അല്ലെങ്കിൽ വേണം. ഇത് ആദ്യം തീരുമാനിച്ച കാര്യമാണ്. അത് നമ്മുടെ ഒഫീഷ്യലായിട്ട് തീരുമാനിച്ചത് എവിടെയെല്ലാം ഹൈവേ ക്രോസ് ചെയ്ത് വെള്ളം ഒഴുക്കുണ്ടോ ഓടയുണ്ടോ അതുപോലെ നിർമ്മിച്ചാണ് പുതിയ ഹൈവേ ഉണ്ടാക്കേണ്ടത്. അത് മഴക്കാലത്ത് മുമ്പ് ഉണ്ടാകണമെന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിരുന്നില്ലേ? മഴ പെയ്ത് മൊത്തം വെള്ളത്തിലാണ്. 2-3 പോയിന്റ് ഒന്നും ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ ഇപ്പുറത്തെ ഗേറ്റ് ഇങ്ങോട്ട് മാറി സ്കൂളിനോട് കുറച്ചുകൊണ്ട് കിടക്കുള്ളൂ. അത് ആദ്യം മൂടിയിട്ട് ഞാനത് നിങ്ങളെ കൊണ്ട് മാന്തിച്ചാണ്. നിങ്ങൾ മാന്തിയിട്ട് ഇട്ടതാണ്. അത് ആദ്യമേ കരിക്കാക്കി പണിതിരുന്നെങ്കിൽ പ്രശ്നമുണ്ടോ? അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ വണ്ടാനം കിഴക്ക്, പടിഞ്ഞാറ്, നീർക്കുന്നം, കാക്കാഴം, പുറക്കാട്, പുന്നപ്ര, കപ്പക്കട കിഴക്ക്, ഗുരുമന്ദിരം, കുതിരപ്പന്തി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കുടിവെള്ള പ്രശ്നം ഏറെ രൂക്ഷമായത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പൈപ്പ് ലൈനുകൾ പൊട്ടിയതും കരുമാടി പ്ലാന്റിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് എത്തിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ കടപ്രയിലുണ്ടായ KSEBയുടെ പ്രധാന നിർമ്മാണ പ്രവൃത്തികളുടെയും ഭാഗമായാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത്. ഇതിൽ കടപ്രയിലെ KSEBയുടെ പ്രവൃത്തികൾ ഇടപെട്ട് വേഗത്തിലാക്കിയിട്ടുണ്ട്. ഹൈവേ നിർമ്മാണത്തെ തുടർന്ന് പൈപ്പ് ലൈനുകൾ പൊട്ടിയ 11 സ്ഥലങ്ങളിൽ 2 ദിവസത്തിനുള്ളിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ ഹൈവേയുടെ കരാർ കമ്പനി അധികൃതർക്ക് നിർദ്ദേശം നൽകി. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ വാട്ടർ വർക്സിലും പുറക്കാട് വാട്ടർ ടാങ്ക് നിർമ്മാണ സ്ഥലത്തും പുതിയ കുഴൽക്കിണറുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതിന് MLA ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കും. ഇവിടേക്ക് ആവശ്യമായ മോട്ടോറുകൾ പഞ്ചായത്തുകൾ ലഭ്യമാക്കണമെന്നും തീരുമാനിച്ചു. H. സലാം MLAയുടെ അധ്യക്ഷതയിൽ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S. ഹാരിസ്, AS. സുദർശനൻ, സജിത സതീശൻ, വൈസ് പ്രസിഡന്റുമാരായ VS. മായാദേവി, AP. സരിത, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. അറ്റകുറ്റപ്പണി പുരോഗമിക്കുന്ന സ്ഥലങ്ങളും MLAയും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. രണ്ടാം കൃഷിക്ക് തുടക്കം കുറിച്ച് എടത്വ തായങ്കരി ചിറയ്ക്കകം പാടശേഖരത്തിൽ വിത ആരംഭിച്ചു. എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി വർഗീസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നാടിനെ കാക്കുന്ന സൈനികരെ പോലെ തന്നെ മണ്ണിനെ കാക്കുന്നവരാണ് കർഷകർ. അപ്പോൾ നിങ്ങളുടെ ഏത് പ്രതിസന്ധിക്കിടയിലും നിങ്ങൾ ആ ഒരു കൃഷിയെ അല്ലെങ്കിൽ മണ്ണിനെ മറക്കാതെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ഈ ഒരു നിലനിൽപ്പ്. പ്രത്യേകിച്ച് കുട്ടനാടിൻ്റെ നിലനിൽപ്പ് തന്നെ കർഷകരുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രണ്ടാം കൃഷി ചെയ്യുമ്പോൾ കാലാവസ്ഥയുടെ ഒരു അനുകൂലമായ ഒരു കാലാവസ്ഥയും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഒപ്പം നിങ്ങൾ വിചാരിക്കുന്നതിലുപരി നിങ്ങൾക്ക് വിളവ് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വ്യാഴാഴ്ച രാവിലെ തായങ്കരി സെന്റ് ആന്റണീസ് ചർച്ചിന് സമീപം ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ചിറയ്ക്കകം പാടശേഖര സമിതി പ്രസിഡന്റ് KA വർഗീസ് അധ്യക്ഷത വഹിച്ചു. സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ജെയിംസ് കുടിലിൽ അനുഗ്രഹ പ്രഭാഷണവും വിത്ത് ആശീർവദിക്കലും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിമോൻ ജോസഫ്, വിനീത ജോസഫ്, കൃഷി ഓഫീസർ ഗൗരി കൃഷ്ണ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമ്യ പ്രേംകുമാർ, ചിറയ്ക്കകം പാടശേഖര സമിതി കൺവീനർ D. ഹരിപ്രസാദ്, വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 55 ഏക്കറുള്ള ചിറയ്ക്കകം പാടശേഖരത്തിൽ 36 കൃഷിക്കാരാണുള്ളത്. ചിറയ്ക്കകം കൂടാതെ എടത്വ കൃഷിഭവൻ പരിധിയിലെ തന്നെ ദേവസ്വം വരമ്പിനകം, ചുങ്കം ഇടച്ചുങ്കം, വടകര ഇടശ്ശേരി വരമ്പിനകം പാടശേഖരങ്ങളിലുമാണ് ആദ്യഘട്ടത്തിൽ വിത നടക്കുന്നത്. കളിയും ചിരിയും പാട്ടുകളുമായി തലവടി പഞ്ചായത്തിലെ അങ്കണവാടി പ്രവേശനോത്സവം വർണ്ണാഭമായി.
വർണ്ണ ബലൂണുകളും കളിപ്പാട്ടങ്ങളും നൽകിയാണ് കുരുന്നുകളെ സ്വീകരിച്ചത്. തലവടി ഗ്രാമപഞ്ചായത്തിലെ 23 അങ്കണവാടികളിലാണ് വ്യാഴാഴ്ച പ്രവേശനോത്സവം നടന്നത്. 70-ാം നമ്പർ അങ്കണവാടിയിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ നിർവഹിച്ചു. ഒരു സൗകര്യമൊക്കെ കിട്ടുമ്പോഴും കുഞ്ഞുങ്ങളത് കൂട്ടായിട്ട്, അല്ലാതെ നമ്മൾ വീട്ടിൽ കിടന്നിറങ്ങുന്നത് പോലെ ഒരു മെത്തയിൽ അല്ലെങ്കിൽ ഒരു കട്ടിൽ തനിയെ കിടന്നിറങ്ങുന്ന ഒരു പ്രതീതിയല്ല അംഗൻവാടികളിൽ കൂടി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കൂട്ടുചേർന്ന് പരസ്പരം സഹായിച്ചും അവർക്ക് എല്ലാ കാര്യങ്ങളിലും, അതുപോലെ കളിക്കോപ്പുകളൊക്കെ ആണെങ്കിലും അവർ പരസ്പരം ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സും അവർക്ക് ഉണ്ടാകുന്നത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ പഠനം എന്നതിലുപരി ധാരാളം ജീവിത അനുഭവങ്ങൾ അതിൻ്റെ തുടക്കം അംഗൻവാടികളിൽ കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രഥമ വിദ്യാലയം, ആ വിദ്യാലയത്തിൽ എല്ലാ അനുഭവങ്ങളും നൽകുന്ന ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞുങ്ങൾ എന്നും അവരുടെ മനസ്സിൽ. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് അധ്യക്ഷത വഹിച്ചു. ചമ്പക്കുളം ശിശു വികസന പദ്ധതി ഓഫീസർ ആർ പത്മലത മുഖ്യ സന്ദേശം നൽകി. ICDS സൂപ്പർവൈസർ രജിത ആർ കുമാർ, അധ്യാപിക ശോശാമ ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ തിരുവല്ലയിലും പായിപ്പാടും നടത്തിയ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ ശ്രദ്ധേയമായി. സൗജന്യമായി വൃക്ഷത്തൈകൾ നൽകിക്കൊണ്ടായിരുന്നു തിരുവല്ല ജോയി ആലൂക്കാസിലെ പരിസ്ഥിതി ദിനാചരണം. തിരുവല്ല ജോയി ആലൂക്കാസ് ഫൗണ്ടേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും പുഷ്പഗിരി നഴ്സിംഗ് കോളേജ് NSS യൂണിറ്റിൻ്റെയും പത്തനംതിട്ട സോഷ്യൽ ഫോറസ്ട്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിസ്ഥിതി ദിനാചരണം. ജോയി ആലൂക്കാസ് ഷോറൂമിൽ നടന്ന പരിപാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ അനു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് മുൻകാലത്തെ പോലെ നമ്മൾ നട്ടുവെക്കുന്ന മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കേറെ അറിയാം, ഇന്ന് കാലാവസ്ഥയൊക്കെ വളരെ പ്രതികൂലമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ശ്വസിക്കുന്ന വായു, കഴിക്കുന്ന ഭക്ഷണം ഇവയൊക്കെ ഏറെ മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നമ്മൾ മഹാരോഗങ്ങളും മറ്റ് ഒത്തിരി ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചു വരുന്നു. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ധാരാളം മരങ്ങൾ നമ്മൾ അവിടെയൊക്കെ വെച്ച് പിടിപ്പിക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ ഉള്ള തോടുകളും ജലാശയങ്ങളും ഒക്കെ മലിനരഹിതമായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടം. അവയൊക്കെ സംരക്ഷിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വാർഡ് കൗൺസിലർ മാത്യൂസ് ചാലക്കുഴി, പുഷ്പഗിരി നഴ്സിംഗ് കോളേജ് NSS യൂണിറ്റിലെ സിസ്റ്റർ മയൂഖ, ജോയി ആലൂക്കാസ് മാൾ മാനേജർ ഷെൽട്ടൺ വി റാഫേൽ, ജോയി ആലൂക്കാസ് ജ്വല്ലറി മാനേജർ സിജോ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർച്ചയായി 11ാം വർഷമാണ് തിരുവല്ല ജോയി ആലൂക്കാസിൽ സൗജന്യ വൃക്ഷത്തൈ വിതരണവും ലോക പരിസ്ഥിതി ദിനാചരണവും നടത്തുന്നത്. റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സബ്സ്റ്റേഷന്റെയും ചോയ്സ് റെസിഡൻസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് 14ാം വാർഡിലെ കൊല്ലാപുരം അങ്കണവാടിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KD മോഹനൻ വൃക്ഷത്തൈ നട്ടു. വാർഡ് മെമ്പർ ഡാർലി ടിജി അധ്യക്ഷയായിരുന്നു. പുതുജീവൻ ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ ജോമോൻ കടപ്രാക്കുന്നേൽ അങ്കണവാടി ടീച്ചർ പുഷ്പലതയ്ക്ക് വൃക്ഷത്തൈ നൽകി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചോയ്സ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോഷി കൊല്ലാപുരം, വൈസ് പ്രസിഡന്റ് ടോജി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. പായിപ്പാട് ഗവൺമെന്റ് UP സ്കൂളിൽ ദീപിക ഫ്രണ്ട്സ് ക്ലബ്ബ് തൃക്കൊടിത്താനം ഫൊറോന സമിതിയുടെയും ദീപിക ബാലസഖ്യം ചങ്ങനാശ്ശേരി മേഖലയുടെയും നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. DFC തൃക്കൊടിത്താനം ഫൊറോന ഡയറക്ടർ ഫാദർ ജോൺസൺ മുണ്ടുവേലിൽ, സ്കൂൾ പ്രധാനാധ്യാപകൻ PG മനോജനും PTA പ്രസിഡന്റ് കലേഖ ശ്യാമിനും വൃക്ഷത്തൈ നൽകി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നാലുകോടി പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ചോരേറ്റ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് പരിസ്ഥിതിയെ നമ്മൾ അമ്മ എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ ശ്വസിക്കുന്ന മോൻ കൊച്ചുമോൻ പറഞ്ഞതുപോലെ നമ്മൾ ശ്വസിക്കുന്ന വായുവും നമ്മൾ കുടിക്കുന്ന വെള്ളവും നമുക്ക് അതിജീവനത്തിന് ആവശ്യമായ വിഭവങ്ങളും എല്ലാം ഒരുക്കി തരുന്ന നമ്മുടെ അസ്തിത്വത്തിന് തന്നെ. വാർഡ് മെമ്പർ ജെസ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. ദീപിക ബാലസഖ്യം ചങ്ങനാശ്ശേരി മേഖലാ ഓർഗനൈസർ ജോഷി കൊല്ലാപുരം, DFC വനിതാ അതിരൂപത സെക്രട്ടറി സിസി അമ്പാട്ട്, ഫൊറോന വനിതാ പ്രസിഡന്റ് സാലിമ ജോസഫ്, പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ സജിത ഗോപി, സ്കൂൾ അധ്യാപകൻ ശ്രീരാഗ് എന്നിവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനം സമുചിതമായി ആചരിച്ച് വിവിധ സംഘടനകൾ. ദിനാചരണത്തിന്റെ ഭാഗമായി SNDP യോഗം മാന്നാർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ വന പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചു.
1926 നമ്പർ ആർ ശങ്കർ മെമ്മോറിയൽ SNDP ശാഖയിൽ നടന്ന ചടങ്ങിൽ ബ്രഹ്മശ്രീ ശിവബോധാനന്ദ സ്വാമികൾ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഗുരു അരുൾ വനപദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ KM ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. ശാഖായോഗങ്ങൾക്ക് വേണ്ടി വൃക്ഷത്തൈകൾ യൂണിയൻ കൺവീനർ അനിൽ P. ശ്രീരംഗം ഏറ്റുവാങ്ങി. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ, മേഖല, ശാഖാ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. തിരുവല്ല ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ G. മുരളീധരൻ പിള്ള വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഹരികുമാർ ശിവം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PG ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെ നാഗലിംഗമരം, കടമ്പ്, ചന്ദനം, രുദ്രാക്ഷം, കായാമ്പു തുടങ്ങിയ അപൂർവ സസ്യങ്ങളും നാടൻ ഫലവൃക്ഷങ്ങൾ, നാടൻ പൂച്ചെടികൾ തുടങ്ങിയവയുമാണ് ക്ഷേത്രവളപ്പിൽ നട്ടുപിടിപ്പിച്ചത്. ക്ഷേത്ര ഉദ്യാനം പരിപാലിക്കുന്ന റിട്ടയർഡ് വിംഗ് കമാൻഡർ പരമേശ്വരനെ യോഗം ആദരിച്ചു. ഉപദേശക സമിതി സെക്രട്ടറി അനിൽ നായർ ഉത്രാടം, റിട്ടയർഡ് എയർ വൈസ് മാർഷൽ PK ശ്രീകുമാർ, റിട്ടയർഡ് മേജർ ജയകുമാർ, അനിൽകുമാർ ശിവകൃപ, പ്രസന്ന ജയകുമാർ എന്നിവർ പങ്കെടുത്തു. കുട്ടനാട് സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം യൂണിയൻ ചെയർമാൻ PV രാമഭദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് അങ്കണത്തിൽ പ്ലാവിൻ തൈ നട്ടുകൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. അസിസ്റ്റന്റ് രജിസ്ട്രാർ D. ഷിജു, അസിസ്റ്റന്റ് ഡയറക്ടർ മേരിക്കുഞ്ഞ് വർഗീസ്, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നെടുമുടി സൗത്ത് ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച വൃക്ഷത്തൈ വിതരണം PTA പ്രസിഡന്റ് GR ശ്രീ രണദിവെ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അങ്കണത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തൈകൾ നടുകയും പരിസ്ഥിതി ദിന ക്വിസ് മത്സരം നടത്തുകയും ചെയ്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ രാമപ്രസാദ്, അധ്യാപകർ, രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. തലവടി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് കറുകയിൽ വീട്ടിൽ മജേഷ് മനോഹരന്റെ ചികിത്സയ്ക്കായി ശ്രീനാരായണ ചാരിറ്റബിൾ സമിതി സ്വരൂപിച്ച ചികിത്സാ സഹായ ധനം കൈമാറി. വൃക്കരോഗത്തെ തുടർന്ന് കഴിഞ്ഞ 1 വർഷമായി കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മജേഷ്. മജേഷിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 15 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിന് ഇത്രയും തുക കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് സഹായവുമായി ശ്രീനാരായണ ചാരിറ്റബിൾ സമിതി അംഗങ്ങളെത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, ചാരിറ്റബിൾ സമിതി പ്രസിഡന്റ് സതീശൻ മേപ്രശ്ശേരിൽ, സെക്രട്ടറി ഉഷ സോമരാജ്, ട്രഷറർ ബിജു തുണ്ടുകളം, സമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് തുക കുടുംബത്തിന് കൈമാറി. പെരുമ്പറയന് ആദരവർപ്പിക്കാൻ കൊട്ടുംപാട്ടുമായി നാടൻപാട്ട് സംഘമെത്തി. പെരുമ്പറയനെ പ്രതിഷ്ഠിച്ച പുളുങ്ങുന്ന ചതുർത്ഥ്യാഗരിയിലെ സ്മൃതി മണ്ഡപത്തിലെത്തിയാണ് കുട്ടനാട് ഇടന്തലക്കൂട്ടം നാടൻ കലാ നാട്ടറിവ് പഠന കേന്ദ്രത്തിലെ കലാകാരന്മാർ ആദരവർപ്പിച്ചത്. സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി പുരസ്കാര ജേതാവും നാടൻ കലാ അധ്യാപകനുമായ സുജിത് കൈനഗിരിയുടെ നേതൃത്വത്തിലാണ് സംഘം എത്തിയത്. വിവിധ ചാനലുകളിലൂടെ നാടൻപാട്ട് രംഗത്ത് പ്രസിദ്ധനായ ജിൽസൺ നടക്കപ്പാടം, ഫെലോഷിപ്പ് ജേതാവും ഫോക്ലോർ പുരസ്കാര ജേതാവുമായ സുനിൽ വള്ളോന്നി, കലാഭവൻ മണി ഓടപ്പുഴ പുരസ്കാര ജേതാവ് മഹേഷ് കോട്ടയം എന്നിവർ ചേർന്നാണ് നാടൻപാട്ട് അവതരിപ്പിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കുട്ടനാട്ടിലെ പാടശേഖരത്തിൽ മടയുറയ്ക്കാൻ കുരുതി കഴിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന പെരുമ്പറയന്റെ സ്മരണയ്ക്കായി പുളുങ്ങുന്നിൽ നിർമ്മിച്ച സ്മൃതി മണ്ഡപത്തിന് മുന്നിലായിരുന്നു നാടൻപാട്ട് സംഘത്തിന്റെ കലാപ്രകടനം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.